Welcome back to DD World. Edwin here. അപ്പോൾ നമ്മളിപ്പോൾ 2 ആഴ്ച ആണെന്ന് തോന്നുന്നു, 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോഴത്തേക്കിനും ഇന്ന് നമ്മളൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോ കണ്ടന്റ് ഒരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായി കാണും, നമ്മുടെ സാനിറ്റൈസർ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കയ്യിൽ മാത്രമല്ല പല ഉപയോഗങ്ങൾ ഇതുകൊണ്ടുണ്ട്. ആ ഉപയോഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ആ ഉപയോഗങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതെ, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പം ഇന്ന് നമ്മൾ 5 ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ യൂസസ് 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ 5 എണ്ണം മാത്രമല്ല, ഒരെണ്ണം എക്സ്ട്രാ ആയിട്ട് എൻ്റെ സ്വന്തമായിട്ടൊരു വക കൂടെ ഞാൻ പറഞ്ഞു തരുവാണ് എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ചുമ്മാ പറഞ്ഞു പോയാലേ, ഇത് വിത്ത് പ്രൂഫ് ഞാൻ നിങ്ങളെ കാണിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മൊത്തത്തിൽ കാണാം. ആദ്യം തന്നെ നമുക്ക് ഈ സാനിറ്റൈസറിൻ്റെ മൊത്തം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ നമ്മൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെ, ഡെറ്റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പം കൈയൊക്കെ മുറിഞ്ഞാൽ തന്നെ നമുക്ക് ഡെറ്റോൾ ഒഴിച്ച് നമ്മുടെ കൈയൊക്കെ സെപ്റ്റിക് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ലോഷനാണ്. അതായത് ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്തുള്ള. ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു എമർജൻസിയിൽ ഡെറ്റോളൊന്നും കിട്ടിയില്ല, നമ്മുടെ കയ്യിൽ സാനിറ്റൈസർ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കോട്ടൺ വെച്ച് കവർ ചെയ്യുമ്പോൾ പോലും ഡെറ്റോളിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാനിറ്റൈസേഴ്സ് അതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. മറ്റേതുപോലെ തന്നെ ഇച്ചിരി വേറെ രീതിയിലാണ്. മറ്റേതൊരു കേസ് ഓഫ് എമർജൻസിയിലാണ്. ഇത് നമ്മളിപ്പം തുണി കഴുകുന്നേരം, അതായത് തുണി കഴുകുന്നതിൽ നമുക്ക് പ്രത്യേക ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഈ മഷികൾ, അതായത് പെന്നിൻ്റെ ഇങ്കോ ചെറുതായിട്ട് എന്തെങ്കിലും വരച്ച പാടോ ഇല്ലായിരിക്കും. അതൊക്കെ നമുക്ക് ഡിറ്റർജൻറ്റോടൊക്കെ കഴുകി 2-3 പ്രാവശ്യം ഒത്തിരി നേരം കഴുകണം. പക്ഷേ ഇത് ഒറ്റ വാഷിൽ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള എളുപ്പ വഴിയാണ് ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം അതിന് പകരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഡിയോഡ്രൻറ്റ് സ്പ്രേ ഒക്കെ നമുക്ക് അതിന് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അതിന് പകരം നമുക്ക് ഈ സാനിറ്റൈസേഴ്സ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് സ്പ്രേയും യൂസ് ചെയ്യാം. ഇത് രണ്ടും ഒരേ യൂസാണ്, ആൽക്കഹോൾ ബേസ്ഡ് ആയത് തന്നെ. അപ്പോൾ നിങ്ങൾ അതും കൂടി ചെക്ക് ചെയ്തോളൂ. ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്നാന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു പ്രത്യേകത ടിപ്പാണ് ഈ സംഭവം. അത് നമ്മൾ എന്തെങ്കിലും സാധനം പുറത്തുനിന്ന് മേടിച്ച് കഴിഞ്ഞാൽ, അതായത് പ്ലേറ്റോ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും വീട്ടാവശ്യങ്ങൾക്കായിട്ടുള്ള എന്തെങ്കിലും സാധനം, ഞാൻ എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് സ്റ്റിക്കർ കാണാൻ പറ്റും. ബ്രാൻഡഡ് ആണെന്നുള്ളത് സംഭവം കാണിക്കില്ല. QR കോഡോ അല്ലെങ്കിൽ ബാർകോഡോ എന്തെങ്കിലുമൊക്കെ ഉള്ള സ്റ്റിക്കർ, പ്രൈസ് ടാഗ്. ഓക്കെ, ആ സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്യാൻ, അതായത് തുണിയിലൊക്കെയാണ് നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാന്നുള്ളൂ. പക്ഷേ ഇപ്പം നമ്മുടെ പ്ലേറ്റിലേക്കാണെങ്കിൽ നമ്മൾ ഒത്തിരി ചുരണ്ടി കളയണം, വെള്ളം ഒഴിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി മെത്തേഡ് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാനിറ്റൈസേഴ്സ് അതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. അതായത് വെള്ളം എന്ന സൊല്യൂഷന് പകരം നമുക്ക് സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്കത് റിമൂവ് ചെയ്യാൻ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോഴത്തേനും അത് കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും, നല്ല രസമായിരിക്കും കാണാൻ. കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യും. എൻ്റെ പശുവൊന്നും അവിടെ ഇരിക്കത്തില്ല, ഫുള്ളായിട്ടായിരിക്കും പോകുന്നത്. ഇപ്പം നമ്മൾ 3 ടിപ്പാണ് പറഞ്ഞു തീർത്തത്. അപ്പോൾ ഞാൻ ഒരു ടിപ്പ് കൂടെ ആഡ് ചെയ്യണം. എന്താണെന്നെങ്കിൽ ആലോചിച്ച് താഴെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ടേബിൾ മൊത്തം അടുക്കും. ടേബിളെ മാത്രമല്ല, വൈറ്റ് ബോർഡ്സ് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അവിടെ മായ്ച്ച് കളഞ്ഞാൽ ഫുള്ള് അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ എന്തെങ്കിലും മാസം തോറും നമുക്ക് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. കാരണം വൈറ്റ് ബോർഡ്സിലൊക്കെ ഇങ്ക് കട്ട പിടിച്ചിരുന്നാൽ പിന്നെ റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അന്നേരം അങ്ങനത്തുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സാനിറ്റൈസേഴ്സ് വെച്ച് ക്ലീൻ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. നമ്മുടെ ഡസ്റ്ററിൽ കുറച്ച് സാനിറ്റൈസറൊക്കെ തേച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ടേബിളിൽ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പോകാത്ത സ്റ്റെയിനൊക്കെ ആണെങ്കിൽ സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ പോകുമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ സർഫസ് ആയിപ്പോലും, അതായത് ടേബിളിലെ വൈറ്റ് ബോർഡും അത് നമുക്ക് ഏകദേശം വേറെ മെറ്റീരിയലാണെന്ന് അറിയാം. അതുപോലെ തന്നെ വേറിട്ടൊരു മെറ്റീരിയലാണ് കാറിൻ്റെ സർഫസൊക്കെ. അപ്പോൾ കാറിലൊക്കെ എന്തെങ്കിലും സ്റ്റെയിനോ വല്ലതും അഴുക്ക സാധനങ്ങൾ എന്തെങ്കിലും പറ്റി പിടിച്ച് കഴിഞ്ഞാൽ വെള്ളം സോപ്പ് ഇട്ടിട്ട് കഴുകി കഴിഞ്ഞാൽ പോകത്തില്ല. അപ്പോൾ നമുക്ക് സാനിറ്റൈസർ വെച്ച് ക്ലീൻ ചെയ്താൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. അതായത് കുറച്ച് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. നിങ്ങൾ എത്ര പേര് സ്പെക്സ് വയ്ക്കാറുണ്ട്? നിങ്ങൾ എത്ര പേര് സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കാറുണ്ട്? ഇനിയും പറയാൻ പോകുന്ന ടിപ്പ് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സ്പെക്സ് ഉപയോഗിക്കുന്നവർ കുറേ പേര് കാണുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്മഡ്ജ് എന്നാന്നുള്ള കാര്യം. സ്മഡ്ജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഫോണിൽ ഇപ്പോൾ തൊടുക അല്ലെങ്കിൽ കണ്ണടയിലെ ലെൻസിൽ തൊടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അവിടെ നമ്മൾ കൈ വെച്ച് തൊട്ട പാട് കാണാൻ പറ്റും. അപ്പോൾ ആ പാട് നമ്മൾ തൂത്ത് കളഞ്ഞാൽ അവിടെ ഒരു വെള്ള കളറിൽ പടർന്ന ഒരു സംഭവമായിരിക്കും കാണുന്നത്. അപ്പോൾ അത് തൂത്ത് കളയാൻ നോക്കിയാലും എന്തായാലുമൊക്കെ റിമെയിൻസ് കാണും. അപ്പോൾ അത് ഫുള്ളായിട്ട് തൂത്ത് കളയാൻ നമുക്ക് സാനിറ്റൈസർ വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതായത് സാനിറ്റൈസർ കുറച്ച് തുണിയിൽ തേച്ചിട്ട് നമ്മൾ തൂക്കുമ്പോഴത്തേക്കിനും ഫുള്ളായിട്ട് മാറി പോകുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ സാധാ വെള്ളം വെച്ച് തൂത്താൽ പോലും നമ്മുടെ തുണിയിൽ നിന്ന് ആ നൂലൊക്കെ എന്തെങ്കിലും അവിടെ പറ്റി പിടിച്ചിരിക്കും, ഞാൻ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്.
ഇപ്പോൾ നമ്മൾ മൊത്തം 5 ടിപ്പ് പറഞ്ഞു തന്നു നമ്മുടെ വാഗ്ദാനം അനുസരിച്ച്. അപ്പോൾ ഈ 5 ടിപ്പ് അല്ലാതെ നമുക്ക് എക്സ്ട്രാ ഒരു ടിപ്പോട് ഞാൻ പറഞ്ഞു തന്നു ബോണസായിട്ട്. അപ്പോൾ ഈ ബോണസായിട്ടുള്ള 6ാമത്തെ ടിപ്പാണ് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്നത്. ഭയങ്കര സിമ്പിളാണ് കാര്യം, ഒന്നുമില്ല. നമുക്ക് ഡിയോഡ്രൻറ്റ് റീപ്ലേസ് ചെയ്യാൻ സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കാം. അതായത് നമ്മൾക്കിപ്പോൾ സ്പ്രേ ഒക്കെ അടിക്കാനുണ്ട് നമ്മുടെ ഷർട്ടിലൊക്കെ. അപ്പോൾ ആ സ്പ്രേയിൽ നമ്മൾ തീർന്നു പോയി, അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമുക്ക് സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്ത് പുറത്തേക്ക് പോകാം. ഇപ്പം നമ്മളറിയാം ഈ സമയങ്ങളിൽ നമ്മൾ സാനിറ്റൈസർ എപ്പോഴും നമ്മുടെ പോക്കറ്റിൽ കരുതാറുണ്ട്. അതുപോലെ തന്നെ പോക്കറ്റ് പെർഫ്യൂംസ് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കാം. പോക്കറ്റ് പെർഫ്യൂമിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എപ്പോഴെങ്കിലും വഴിയിൽ വെച്ച് ആവശ്യം വരുമ്പോൾ നമുക്ക് പോക്കറ്റ് പെർഫ്യൂംസ് ഉപയോഗിക്കാം. അതിന് പകരം നമുക്ക് ഈ സാനിറ്റൈസർ തന്നെ ഉപയോഗിക്കാമെന്നാണ്. 2 കാര്യങ്ങൾ ക്യാരി ചെയ്യുന്ന വരും, ഒരെണ്ണം മാത്രം ക്യാരി ചെയ്താൽ മതി. അതാണ് എൻ്റെ പ്ലസ് പോയിന്റ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ടിപ്പ് മൊത്തം സാനിറ്റൈസേഴ്സിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ സാനിറ്റൈസേഴ്സ് നിങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് സാനിറ്റൈസേഴ്സിന് കൂടുതൽ ഉപയോഗം വരുന്ന സമയങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിലൊരു ഡൗട്ട് കാണും, ഏതായിരിക്കും ബെസ്റ്റ് സാനിറ്റൈസർ, നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഏത് ബ്രാൻഡ് യൂസ് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ ഡൗട്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി നടത്തിയൊരു സ്റ്റഡി വെച്ച് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും അവിടെ കാണാൻ പറ്റുന്ന സാനിറ്റൈസർ 3Mൻ്റെ ആയിരിക്കും. 3M എന്ന് പറയുന്നൊരു കമ്പനിയുടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും. അപ്പോൾ 3M ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, അപ്പോഴെല്ലാം കാണുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ്, അതായത് ലൈഫ് ബോയ്, സാവ്ലോണിൻ്റെ, പിന്നെ ഡെറ്റോൾ, അങ്ങനെയുള്ള സാനിറ്റൈസേഴ്സ് ഒക്കെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് ഗൂഗിളിൻ്റെ സെർച്ച് ലിസ്റ്റിൽ വന്നപ്പം. പിന്നെ ഉള്ളത് നമ്മുടെ സ്കേഴ്സിറ്റി വന്ന കാര്യം അറിയാമല്ലോ. സാനിറ്റൈസേഴ്സ് കുറേ പേര് ഈയിടെയായിട്ട് മേടിച്ചു തുടങ്ങി. അപ്പോഴത്തേക്കിനും പ്രൊഡക്ഷൻ അതനുസരിച്ച് വർദ്ധിച്ചില്ല, അതുകാരണം സ്കേഴ്സിറ്റി വന്നു. അതുകൊണ്ട് തന്നെ കുറേ ലോക്കലായിട്ടുള്ള, അതായത് സോപ്പൊക്കെ മാനുഫാക്ചർ ചെയ്ത ആൾക്കാരും പെർഫ്യൂമൊക്കെ മാനുഫാക്ചർ ചെയ്ത ആൾക്കാരൊക്കെ സാനിറ്റൈസേഴ്സ് പതിയെ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യാർഡ്ലി എന്ന് പറയുന്നൊരു കമ്പനി, അവരിപ്പം ഇപ്പോൾ മറ്റേ സ്പ്രേ ഒക്കെ ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, മാനുഫാക്ചർ ചെയ്തത്. പക്ഷേ ഈയിടെ അവരുടെ ആഡ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സാനിറ്റൈസേഴ്സ് അവർ പതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ വലിയൊരു എന്താ പറയുക സിമ്പിൾ കാണിക്കാനുള്ളത്. അപ്പോഴത്തേക്കിനും ഇങ്ങനെ ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദിസ് ഇസ് എഡ്വിൻ വിത്ത് ദേവദൻ സൈനിങ് ഔട്ട്. സൈനിങ് ഔട്ട് പറഞ്ഞ് പോവുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കണ്ടു എന്നുള്ള കാര്യം മനസ്സിലാകത്തുള്ളൂ. അപ്പോഴത്തേക്കിനും വീഡിയോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ബൈ.